ഈ പെരിയയിൽ കൊല്ലപ്പെട്ട ഈ രണ്ട് കുട്ടികളും, അതായത് ഒന്ന് 19 വയസ്സുകാരനാണ്, ആലോചിച്ച് നോക്കണം, ഒരാൾ 23കാരനും. അവർ ചെറുപ്പക്കാരെന്ന് പോലും പറയാൻ പറ്റുന്നില്ല. കൗമാരപ്രായം അങ്ങോട്ട് കഴിഞ്ഞ രണ്ട് കുട്ടികൾ അവർ ഇതുപോലെ കൊല്ലപ്പെട്ടതാണ്. ഇത് അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് അവരെന്നുള്ളതിന് ആർക്കും ഒരു തെളിവും വേറെ പറയേണ്ട കാര്യമില്ല. ഇനി CPM പറയുകയാണ് CPMന് ഇതിൽ യാതൊരു പങ്കുമില്ല. നിന്നങ്ങ് പൊലമ്പുമല്ലേ വലിയ നേതാക്കളൊക്കെ ആയിട്ട് നിന്ന് താത്വിക ആചാര്യന്മാരൊക്കെയാ ഈ വിളിച്ചു പറയുന്നത്. CPMന് ഇതിൽ പങ്കൊന്നുമില്ല. ഇല്ല. പിന്നെ ഇത് അന്തിമ വിധിയൊന്നുമല്ലല്ലോ, അന്തിമ ഉത്തരവൊന്നുമല്ലല്ലോ, ഇതിന് മുകളിൽ വേറെ കോടതിയില്ലേ എന്ന് ചോദിക്കുന്ന ആളാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറി. നമ്മൾ കണ്ടത് ഈ പാർട്ടി സെക്രട്ടറി. ഇവരൊക്കെ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് എങ്ങനെ അങ്ങനെ വിളിക്കാൻ പറ്റും? ഒരു മാസ്റ്ററായിട്ടുള്ള ഒരാൾ മാസ്റ്ററാണോ? ആണെങ്കിൽ ഇതുള്ള ഈ വർത്തമാനം പറയൂ. രണ്ട് കുട്ടികളെ കൊന്ന കേസാണ്, എന്നിട്ട് പറയുക ഇനി വേറെ കോടതി എന്ന് പറഞ്ഞാൽ ഈ പ്രതികളെ വീണ്ടും സംരക്ഷിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. ഞങ്ങളിത് നിർത്താൻ തയ്യാറല്ല, ഞങ്ങളുടെ പാർട്ടി വളരണമെങ്കിൽ അത് വേണം. പിന്നെ ഒരു ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന ഒരുത്തിൽ നിന്ന് പറയുന്ന വാചകം ഞാൻ കേട്ടോ, ഞാൻ ഞെട്ടിപ്പോയത് കേട്ടിട്ട്. കേസുകളിൽ പ്രതിയാവും, ഞങ്ങൾ ഒരുപാട് കേസിനകത്ത് ഇങ്ങനെ വരാറുണ്ട്, അതൊരു സാധാരണ സംഭവമാണ്. ആ പ്രതിയായ അങ്ങനെ ഈ പ്രതികളെ എല്ലാം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നെ പാർട്ടി കാണത്തില്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊലയാളികളാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഉള്ളതെന്നല്ലേ വിളിച്ചു പറയുന്നത്? അല്ലെങ്കിൽ ഇതേപോലെ ക്രിമിനലുകളാണെന്നാണ് അയാൾ വിളിച്ചു പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെ ഇത് മനസ്സിലാക്കാൻ പറ്റും? ഇതൊക്കെ ഇതിപ്പോ ഈ മരിച്ച ആളുകൾ, കുട്ടികൾ, അവരൊക്കെ എന്തെങ്കിലും ക്രൈം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ട കാര്യമാണ്. പക്ഷേ അവരെ വെട്ടിക്കൊല്ലാൻ ഇവർക്ക് ആരെ അധികാരം കൊടുക്കുന്നു? ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ ഇവർക്ക് ആരെ അധികാരം കൊടുത്തു? ഒരാളെ കൊല്ലാൻ, അല്ലെ രണ്ടുപേരെ, രണ്ട് കുട്ടികളെ കൊല്ലാൻ. അപ്പൊ ഈ പറയുന്ന വർത്തമാനം എന്ന് പറയുന്നത് അവർ നന്നാവാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇത് മുഴുവൻ കാണിക്കുന്നത്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. പാർട്ടിക്ക് ചെയ്യാൻ ഒക്കത്തില്ല, പാർട്ടിക്ക് കയ്യും കാലും ഇല്ലല്ലോ. പാർട്ടിക്ക് ഇപ്പൊ വാളെടുത്തോണ്ട് പോകാൻ ഒക്കത്തില്ല. പാർട്ടി എന്ന് പറയുന്നത് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു വസ്തുവല്ലല്ലോ, ഒരു പാർട്ടിയല്ലേ. അതുകൊണ്ട് പാർട്ടി കുഴപ്പമൊന്നുമില്ല, ഈ പാർട്ടിക്കാരെന്ന് പറയുന്നവരാണ് ഈ പ്രശ്നം ചെയ്യുന്നത്. അപ്പോ ഇവരിനി ഇത് വീണ്ടും പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്നെങ്കിലും ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ പാർട്ടിയുടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഉയർന്ന പൊസിഷനിൽ വരുന്ന ആളുകൾ, അവർ തമ്മിൽ പരസ്പരം അവർ കല്യാണത്തിന് പോകും, കെട്ടിപ്പിടിക്കും, ആശംസകൾ കൈമാറും, കേക്ക് വാങ്ങിച്ച് തിന്നും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഈ മെസ്സേജ് താഴെക്കടയിലേക്കുണ്ടോ? ഞാൻ ഇത് പണ്ട് എൻ്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ മെസ്സേജ് താഴോട്ട് പോകുന്നുണ്ടോ? ഇല്ല. ഈ അണികൾ വരുമ്പോഴാണ് തമ്മിൽ യുദ്ധം. കാരണം അവരെ ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തണം, എന്നാലേ ഇവർക്കൊക്കെ ഈ ചോരം കൊണ്ടുള്ള രാഷ്ട്രീയം വളർത്താൻ പറ്റുള്ളൂ. അതാണ് ഇവരുടെയൊക്കെ കാഴ്ചപ്പാട്. പിന്നെ എങ്ങനെ നന്നാവും? ഈ രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ടെങ്കിൽ എങ്ങനെ നന്നാവും? ഒരു മുൻ MLA ആണ് ആയിരുന്ന ആള്, ഈ പാർട്ടിയുടെ വളരെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഒക്കെയാണ്, ഈ പോയിട്ട് ഈ ജീപ്പിന്ന് 2ാം പ്രതി പിടിച്ചോണ്ട് ഇറക്കിക്കൊണ്ടുപോയത് കേട്ടോ. ആ ധാർഷ്യം നോക്കിക്കൊള്ളണം ചെയ്തത്. അയാൾക്ക് കോടതി കൊടുത്ത ശിക്ഷ വളരെ ന്യായമായ ശിക്ഷയാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇവർ പഠിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാനീ പറഞ്ഞ ശ്രീ MV ഗോവിന്ദൻ്റെയും അതുപോലെ തന്നെ ശ്രീ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ജില്ലാ സെക്രട്ടറി, അയാളുടെയും വർത്തമാനം അതാണ്. വേറെ ഒരു ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ഇവിടുന്ന് പോയേക്കുന്നവരെ കാണാൻ അവിടെ ഈ ശിക്ഷിച്ച പ്രതികളെ, കാരണം അവർ വലിയ വലിയ കാര്യം ചെയ്തവരല്ലേ, പാർട്ടിക്ക് വേണ്ടി ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തവരാണ് അവർ. ഇവർ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ചന്ദ്രശേഖരൻ വധത്തിലെ ഈ പ്രതികളൊക്കെ അകത്ത് കിടക്കുകയാണ്. അവർക്കൊക്കെ പരവളൊക്കെ കൊടുത്തൊക്കെ വിടുന്നുണ്ട്, അത് വേറെ കാര്യം. അകത്ത് കിടക്കുകയാണ്, അവർ ശിക്ഷയുണ്ട് അവർക്ക്. എന്നിട്ട് ഇവർ പഠിക്കുന്നുണ്ടോ? ഇതേപോലെ എത്ര എണ്ണമാണ്, എത്ര പേരാണ് ഇതുപോലെ കിടക്കുന്നത്? ഞാൻ തന്നെ ശിക്ഷിച്ചേക്കുന്ന എത്ര കേസുകളുണ്ടെന്നറിയോ? എത്ര പ്രതികൾ? അപ്പൊ കോഴിക്കോട്ടൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ശിക്ഷിച്ചേക്കുന്ന ഒരുപാട് പേരകത്ത് കിടക്കുന്നവരുണ്ട്, പല സ്ഥലത്തുണ്ട്, തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ ഇവിടെ ഈ എറണാകുളം ആയാലും തൃശ്ശൂർ, ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ ശിക്ഷിക്കുന്ന പ്രതികൾ ധാരാളം ഉണ്ട്. ഇതുപോലെ ഈ പാർട്ടി കൊലപാതകം എന്നുള്ള പേരിൽ ഇവർ ഓമന പേരിട്ടങ്ങ് നടക്കുക. എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, പാർട്ടി എന്ന് പറഞ്ഞാൽ ആർക്കും ആരെയും കൊല്ലാം, അതാണ് ഈ കാഴ്ചപ്പാട് മാറണം. ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നിങ്ങൾ നേതാക്കന്മാരുണ്ടല്ലോ, ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ മെസ്സേജ് നിങ്ങൾ കൊടുക്കരുത്, ഇത് തെറ്റാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ഒരുപാട് ശ്രമിച്ചല്ലോ ഈ കേസ് CBI കൊണ്ട് അന്വേഷിക്കാതിരിക്കാൻ. CBI അന്വേഷിച്ചതുകൊണ്ട് ഇത്രയെങ്കിലും ഇതിനകത്ത് എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റി. കേരള പോലീസോ ക്രൈം ബ്രാഞ്ചോ അന്വേഷിച്ചിരുന്നെങ്കിൽ
അവരുടെ റിപ്പോർട്ടായിരുന്നു എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രതികളെ പോലും ശിക്ഷിക്കാൻ ഒക്കത്തില്ല. കാരണം ഈ എവിഡൻസ് കളക്ട് ചെയ്തില്ല, എവിഡൻസ് വരത്തില്ല. ഇപ്പൊ ഏതായാലും CBI അന്വേഷിച്ചുകൊണ്ട് ഈ രീതിയിൽ ഇത് കലാശിച്ചു എന്ന് നമ്മൾ കരുതണം, അത്രയേ ഉള്ളൂ. പിന്നെ അതിനകത്ത് എല്ലാ പ്രതികളുടെയും പേർക്ക് എവിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്കതിന് എൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്. ശേഷാദ്രിനാഥൻ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് ഒക്കുന്നിടത്തോളം എന്നേ അതിനെക്കുറിച്ച് പറയാൻ ഒക്കുള്ളൂ. അതുകൊണ്ട് അതിന് കുറ്റം കാണുന്നതിൽ വലിയ അർത്ഥമില്ല അത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് മാർക്സിസ്റ്റ് പാർട്ടി പ്രതിരോധത്തിൽ തന്നെയാണ്. ഈ കാര്യത്തിൽ ഈ ചോര വീഴ്ത്തുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ, അക്രമ രാഷ്ട്രീയം, ഈ കൊലപാതക രാഷ്ട്രീയം, ഇത് ജനങ്ങൾ എന്നും ആസ്വദിക്കും എന്ന് നിങ്ങൾ കരുതരുത്. ഇത് തിരിച്ചറിയണം ജനങ്ങൾ, ഒന്ന് മനസ്സിലാക്കണം, പ്രതികരിക്കുക. പെരിയ കൊലക്കേസിലെ ജഡ്ജ്മെന്റ്, അതായത് CBI കോടതിയുടെ ജഡ്ജ്മെന്റ് വായിക്കാനിടയായി. വളരെ ബുദ്ധിമുട്ടി ഒരുപാട് ജോലി ചെയ്ത് എഴുതിയിരിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണ്. അത് അങ്ങനെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തേ വെക്കുള്ളൂ. പറ്റുന്ന വിധത്തിലൊക്കെ നന്നായിട്ട് ആ ജഡ്ജ്മെൻ്റ് എഴുതിയിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റും. പിന്നെ ഞാനതിൻ്റെ മെറിറ്റ്, അതായത് അതിലെ കൺവിക്ഷൻ ശരിയോ തെറ്റോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് പറയുന്നത് ശരിയല്ല, കാരണം അതിനൊക്കെ അപ്പീൽ കൊടുക്കാനുള്ളതാണ്. ഇനി അതിനകത്ത് ഉള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിൽ വധശിക്ഷ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. അപ്പം ഇതിനകത്ത് ഈ വധശിക്ഷ കൊടുക്കുന്നതിൻ്റെ ചില പാരാമീറ്റേഴ്സ്, അതായത് ഏറ്റവും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നത് ബച്ചൻ സിംഗ് കേസിലാണ് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ആ പ്രിൻസിപ്പിള്, അതായത് റയറസ്റ്റ് എമംഗ് റയർ, അപൂർവങ്ങളിൽ അത്യപൂർവമായ കേസുകളിൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ട്. നമ്മുടെ CRPC അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഫാക്ട്സ് വേണം, സ്പെഷ്യൽ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസ്, അതായത് പ്രത്യേകതയുള്ള എന്തെങ്കിലും ഫാക്ട്സും സാഹചര്യങ്ങളും വേണം. അങ്ങനെ അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഏകദേശം ഒരു രൂപത്തിലാണ് സുപ്രീം കോടതി അത് റയറസ്റ്റ് എമംഗ് റയർ എന്ന് പറഞ്ഞത്. എന്തൊക്കെയാണ് റയറസ്റ്റ് എമംഗ് റയർ എന്നുള്ളതിന് കുറച്ച് എക്സാമ്പിൾ, കുറേ ഉദാഹരണങ്ങൾ അതിൽ കൊടുത്തിരുന്നു. അതിനകത്തിപ്പോൾ ഒരു ഡയബോളിക്കൽ ബോൾഡ് ആയിട്ടുള്ള ഒരു മർഡർ, ബ്രോഡ് ഡേ ലൈറ്റിൽ ഉള്ള ഒരു മർഡർ, പിന്നെ അതേപോലെ തന്നെ പ്രീ പ്ലാൻഡ് മർഡർ, അതായത് നേരത്തെ പ്ലാൻ ചെയ്ത ഉള്ള പ്രീ മെഡിറ്റേറ്റഡ് ആയിട്ടുള്ള ഇൻ്റൻഷനോടുകൂടിയുള്ള കൊലപാതകം, ഇതുപോലെ വളരെ നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുറേ സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പോലീസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി, അയാൾ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ കൊലപ്പെടുത്തുക, അപ്പോൾ അത് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റാൻ വേണ്ടി, ഈ രീതിയിലൊക്കെ ഉള്ള കുറേ സാഹചര്യങ്ങൾ പല കേസുകളിലായിട്ട് വന്നിട്ടുണ്ട്. ബച്ചൻ സിംഗ് കേസ് കൂടാതെ എഡിഗ അനമ തുടങ്ങിയിട്ടുള്ള കേസുകളിലൊക്കെ ജസ്റ്റിസ് വീരകൃഷ്ണന്റെ ജഡ്ജ്മെൻ്റാണ്. ഇങ്ങനെയൊക്കെ ഉള്ളതിലെല്ലാം വന്നിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ റയറസ്റ്റ് എമംഗ് റയർ ആവും എന്നുള്ളത് വേണം നോക്കാൻ. അതിനി വേറെ കാര്യമുള്ളപ്പോൾ 8 പ്രതികൾ കൂടി കൊലപ്പെടുത്തിയതായിട്ടാണ് കേസ്. ബാക്കിയുള്ളവരൊക്കെ ഗൂഢാലോചന കുറ്റവും മറ്റ് പ്രതിയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയതും ഒക്കെ തന്നെ ഉള്ളത്, പിടിച്ചുകൊണ്ട് പോയതും ഒക്കെയാണ് ഉള്ളത് കസ്റ്റഡിയിൽ നിന്ന്. അപ്പോൾ ഈ 8 പ്രതികൾ കൂടി കൊന്നു കഴിഞ്ഞാൽ ഈ 8 പ്രതികൾക്കും നമുക്ക് വധശിക്ഷ കൊടുക്കണം എന്നൊരിക്കലും പറയാൻ ഒക്കത്തില്ല. അതിൻ്റെ കാരണം ചിലർ ഒരടിയൊക്കെ അടിച്ചിട്ടുള്ളൂ, ചിലർ കാണുള്ളൂ. ആ അടി മരണകാരണമായ മുറിവല്ല എന്ന് പറഞ്ഞ് കൊലപാതകം വരാതിരിക്കത്തില്ല. കാരണം ഇവർ കോമൺ ഓബ്ജക്റ്റോട് കൂടി 8 പേര് നിന്ന് കഴിഞ്ഞാൽ കോമൺ ഓബ്ജക്റ്റ് ഇൻ പ്രോസിക്യൂഷൻ ഓഫ് ദ കോമൺ ഓബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇൻ ഫർദറൻസ് ഓഫ് ദ കോമൺ ഇന്റൻഷൻ എന്ന് പറയും. അതായത് പൊതു ഉദ്ദേശ്യ ലക്ഷ്യത്തോടു കൂടിയുള്ള ഇടപാടാണെന്നുണ്ടെങ്കിൽ ഈ 149 വകുപ്പ്, അതായത് ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 149, അതുപോലെ തന്നെ 34 അനുസരിച്ച് എല്ലാവരും കുറ്റക്കാരായിട്ട് മാറും. ഈ ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്താലും കുറ്റക്കാരായിട്ട് മാറും. വെറുതെ പോയി നിന്നാലും മതി, അല്ലെങ്കിൽ കാവലിൽ നിന്നാൽ മതി. അത് 149 അനുസരിച്ച് വരും. കാരണം അയാളൊന്നും ചെയ്യണ്ട, അയാൾ കാവൽ നിൽക്കുക, വേറെ ആരെങ്കിലും അങ്ങോട്ട് വരുന്നോ എന്ന് നോക്കാൻ കാവൽ നിൽക്കുക, മതി, അത് മതി. അല്ലെങ്കിൽ ഇവർക്ക് രക്ഷപ്പെടാനായിട്ട് വാഹനം കൊണ്ടുവന്നിങ്ങോട്ട് നിർത്തി കൊടുത്തു, റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. ആക്ട് കഴിഞ്ഞ് വണ്ടിയിൽ ഓടിക്കയറുന്നു, അയാൾ ഓടിച്ചുകൊണ്ട് വന്നു. എന്നാലും അയാളും പാർട്ടിസിപ്പൻസ് ക്രിമിനൽസ് ആണ്. അതായത് 149 വകുപ്പിന്റെ ബലത്തിൽ, അല്ലെങ്കിൽ 34 വകുപ്പിന്റെ ബലത്തിൽ പ്രസൻസ് ആൻഡ് പാർട്ടിസിപ്പേഷൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് മതി. അപ്പോൾ അതനുസരിച്ച് അവർ കൊലക്കുറ്റം തന്നെ വരും. പക്ഷേ അങ്ങനെയുള്ള എല്ലാവർക്കും നമുക്ക് വധശിക്ഷ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 8 പേര് പോയി, ഒരാൾ നിൽക്കുന്നു, അത് അവിടെ നിന്നിട്ട് വണ്ടി ഓണാക്കി നിർത്തുന്നു, ഇവർ ഈ ആക്ട് കഴിഞ്ഞിട്ട് കയറിപ്പോയി ഓടിച്ചുകൊണ്ട് പോയി.
ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോയ ഒരാള് യഥാർത്ഥത്തിൽ അയാളെ നമുക്ക് ഈ പറയുന്ന വകുപ്പുകളുടെ ബലത്തിൽ നമുക്ക് കൊലക്കുറ്റം അയാളുടെ പേരിൽ കാണാം. പക്ഷേ അതിന് അയാൾക്ക് വധശിക്ഷ കൊടുക്കാൻ ഒക്കത്തില്ല. പിന്നെ അപ്പൊ ഇതിലെന്താണ് വധശിക്ഷ എന്നൊക്കെ എങ്ങനെ കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലെ ഈ കൃപേഷിന്റെ തലയിലേറ്റ ആഴത്തിലുള്ള മുറിവ്, ബ്രെയിൻ വരെ കട്ട് ചെയ്തു പോയി ഉള്ള മുറിവുണ്ട്. ആ മുറിവെന്ന് പറയുന്നത് ഒരു വാള് വെച്ച് വെട്ടിയതാണ്. അത് 4-ാം പ്രതി, മഴുപൊരുളായതാണത്, കണ്ടാൽ അങ്ങനെ തോന്നുള്ളൂ, അത് വാളെന്ന് പറയുന്നുണ്ട്. അത് വെച്ച് വെട്ടിയിട്ട് അത്രത്തോളം ആഴത്തിലുള്ള മുറിവ്, ബ്രെയിൻ കട്ട് ചെയ്തു പോയി, ഇപ്പോഴാന്ന് പോയി. അത് നെസസറിലി ഫെയ്റ്റലാണ്, ഇൻഡിപെൻഡന്റ്ലി ഫെയ്റ്റലാണ്. അത് വേറെ മുറിവൊന്നും, ബാക്കി അയാളുടെ ദേഹത്തും വേറെ മുറിവുകൾ വേറെ വെട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ മുറിവെന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ്ലി ഫെയ്റ്റലാണ്, ഇൻഡിപെൻഡന്റ്ലി സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. അതായത് ഇത് സ്വതന്ത്രമായി ഈ മുറിവ് മരണകാരണം ആകും, നിർബന്ധമായിട്ടും മരണം സംഭവിപ്പിക്കും എന്നുള്ളതാണെങ്കിൽ ഈ കൃപേഷിന്റെ തലയിലെ ആ വെട്ട് ഇതാണ്. അത് 4-ാം പ്രതി വെട്ടിയെന്നാണ് ഈ ഫാക്ട്സ് പറയുന്നത് കേസിനകത്ത്. പക്ഷെ ഈ 4-ാം പ്രതി ഇത് വെട്ടിയെന്നുള്ളതിന് പറയാൻ എവിഡൻസ് വളരെ ദോഷമാണ്, ഇല്ല. യഥാർത്ഥത്തിൽ 4-ാം പ്രതി വെട്ടുന്ന ആരെങ്കിലും കാണണം, അല്ലെങ്കിൽ 4-ാം പ്രതി വെട്ടിയെന്ന് നമുക്ക് പറയാൻ ഒക്കത്തില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലാക്കുന്നത് 4-ാം പ്രതി വെട്ടിയെന്നാണ്. പക്ഷെ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് കോടതിയിൽ എവിഡൻസ് ആയിട്ട് വരണം. പക്ഷേ ഇവർ 8 പേരും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഉള്ള എവിഡൻസ് ഒക്കെ അതിലുണ്ട്. അങ്ങനെ വരുന്നുണ്ടേ അത് പോകുന്നതും വരുന്നതും ഒക്കെ അതിൻ്റെതായ വളരെ ഒരു സ്ട്രേ ആയിട്ടുള്ള എവിഡൻസ് ഒക്കെ ഉള്ളതെങ്കിൽ പോലും ഉണ്ട്. ഈ 1-ാം പ്രതി, അതായത് പീതാംബരനും അതുപോലെ ജിജിൻ എന്ന് പറയുന്ന ആളും അവിടെ ഉള്ളതിൻ്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. മാത്രമല്ല ഈ ജിജിൻ്റെ പേര് ഈ മരിക്കാൻ നേരത്ത് അവസാനമായിട്ട് ഇതാരാ എന്ത് ചെയ്തതെന്ന് ചോദിക്കുന്നു, വളരെ അടുത്തൊരു ബന്ധുവാണ്. ചോദിക്കുമ്പോൾ ഈ ശരത് ലാൽ പറയുന്നുണ്ട്, വളരെ ബ്ലേർഡായിട്ടാണെങ്കിലും പറയുന്നുണ്ട്, ജിജിൻ 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 എന്ന് പറയുന്നുണ്ട്. അത് വളരെ വിലയുള്ള എവിഡൻസ് ആണ്. കാരണം ഇത്, പക്ഷേ അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എവിഡൻസ് വന്നേക്കുന്നത് ഇയാൾ ചോദിച്ച് എന്ത് പറ്റി മോനെ എന്ന് ചോദിച്ചു, ഇത് ആരാ ചെയ്തതെന്ന് ചോദിക്കുന്നു, അതിനുള്ള ഉത്തരമായിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ റെസ്റ്റ് ജസ്റ്റേ എന്ന് പറയുന്നത് വരത്തില്ല. അതായത് വോളണ്ടറി ആയിട്ട് പറയണം, ഇത് ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് പറഞ്ഞേക്കുകയാണ്, അതപ്പോൾ റെസ്റ്റ് ജസ്റ്റേ അത് വരത്തില്ല. പിന്നെ ഇതേപോലെ ചില നിയമപ്രശ്നങ്ങൾ, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല അതിനെക്കുറിച്ച്, കാരണം ഇനി അത് അപ്പീലൊക്കെ വരേണ്ട കാര്യമാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ കോടതി തീരുമാനിച്ചോട്ടെ. പക്ഷെ ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ 4-ാം പ്രതിയാണ് ഈ മരണകാരണമായ വെട്ട് നടത്തിയതെന്നുള്ളതിന് കോൺക്രീറ്റ് എവിഡൻസ് ഉണ്ടെങ്കിൽ ഈ 4-ാം പ്രതിയുടെ വേർതിരിക്കാം, ഇതിൽ നിന്ന് ഈ ആക്ടുകൾ വേർതിരിക്കാം. അപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വളരെ വിഖ്യാതമായ ജസ്റ്റിസ് ബോസിന്റെ ഒരു പഴയ ജഡ്ജ്മെന്റാണ്, 1953 എൻ്റെ ഓർമ്മ, എൻ്റെ ജഡ്ജ്മെന്റുകളിലൊക്കെ അതുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഈ പ്രതികളിൽ നിന്നും ഈ ശരിയായ ആക്ട്, അതുപോലെ അത്ര ഹീനിയസ് ആക്ട് അങ്ങോട്ട് വേർതിരിച്ചെടുക്കാവുന്ന ആരുടെ ഭാഗത്തുണ്ടെങ്കിൽ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാം എന്നുണ്ട്, അവർക്കെതിരെ വിവേചനം കാണിക്കാം പണിഷ്മെന്റിൽ, സെന്റൻസിൽ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ 302-ാം വകുപ്പ് അനുസരിച്ച് ഈ വധശിക്ഷ, അതായത് ഈ മർഡർ, കൊലപാതകം നടത്തുന്ന ആളുകൾക്ക് ശിക്ഷ പറഞ്ഞേക്കുന്നത് 2 എണ്ണമാണ്. ഒന്ന്, ആദ്യത്തെ ശിക്ഷ ഷാൽ ബി പണിഷ്ഡ് വിത്ത് ഡെത്ത് സെന്റൻസ്ഡ് ഓർ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്. അപ്പോൾ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ജീവപര്യന്തവും അതിനോടൊപ്പം ഫൈനും. ഇതാണ് ഈ 2 ശിക്ഷകളാണ് അതിന് പറഞ്ഞേക്കുന്നത്. ഇനി ഈ റെയറസ്റ്റ് എമംഗ് റെയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം എന്ന്, എങ്ങനെ ആയിരിക്കണം എന്ന് ബച്ചൻ സിംഗ് കേസിൽ പറഞ്ഞു. വെൻ ദ ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്നുള്ളതാണ്. ഇപ്പൊ ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ജീവപര്യന്തമാണ്. മെയിൻ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്, മേജർ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് വധശിക്ഷയാണ്. ലെസർ ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് ജീവപര്യന്തമാണ്. അപ്പോ ജീവപര്യന്തം ശിക്ഷ എന്ന് പറയുന്നത്, അതായത് തികച്ചും ഇത് പോരാത്തതാവണം ഇതിനകത്ത്, തികച്ചും, അതായത് ഒരു അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്ന് വെച്ചാൽ അത് ഒരു ചോദ്യങ്ങളും ഇല്ലാതെ, എന്ന് വെച്ചാൽ തികച്ച് ഒരു സംശയമില്ലാതെ അത് തികച്ചും അപര്യാപ്തമാവണം. അതാണ് ജീവപര്യന്തം. തികച്ചും അപര്യാപ്തമായാൽ മാത്രമേ ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ലെസർ ആൾട്ടർനേറ്റീവ് ഈസ് അൺക്വസ്റ്റനബിളി ഫോർക്ലോസ്ഡ് എന്ന് പറയുന്നത്. ശരിയാണ്. അപ്പൊ ഇതിനകത്ത് ഈ 4-ാം പ്രതിയായത് ഈ വെട്ടിയെന്നുണ്ടെങ്കിൽ
അയാളെ ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാം. പിന്നെ അങ്ങനെയുള്ള ഒരുത്തന്, ഈ തലവെട്ടി കീറുന്ന ഒരുത്തന് അതിനകത്ത് ലെസർ ആൾട്ടർനേറ്റീവ്സ് അൺക്വസ്റ്റ്യനബിളി ഫോർക്ലോസ്ഡ് എന്നുള്ള കാര്യം സംശയമൊന്നും വേണ്ട. പക്ഷെ അതിന് തെളിവ് വേണം അയാളാ ചെയ്തെന്ന്. എല്ലാവരും കൂടി ഈ 8 പേര് പലരും കയ്യിൽ വടിയും ബാക്കിയുള്ള ആളുകളുടെ വാളും ആണ് ഉള്ളത്. ഈ വെട്ടിയവര് അതുപോലെ തന്നെ ഇനി ശരത് ലാലിന്റെ ആണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ചുറീസ് ആണ് ഇൻഡിപെൻഡന്റ്ലി സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. അതായത് നെസറലി ഫേറ്റൽ ആയിട്ടുള്ള 2 ഇഞ്ചുറി ഉണ്ട്. സ്കളൊക്കെ വെട്ടിപ്പൊളന്നിട്ടുണ്ട്. അത് 1-ാം നമ്പറും 2-ാം നമ്പർ ഇഞ്ചുറിയാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ. കൃപേഷിൻ്റെത് പോസ്റ്റ്മോർട്ടം ഓട്ടോപ്സി റിപ്പോർട്ടിൽ 1-ാമത്തെ ഇഞ്ചുറിയാണ്. ഇത് ഈ പറഞ്ഞ ശരത് ലാലിന്റെ 1 and 2 ഇഞ്ചുറീസ് എന്ന് പറയുന്ന ഇൻഡിപെൻഡന്റ്ലി സഫിഷ്യന്റ് ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് നേച്ചർ ടു കോസ് ഡെത്ത്. അത് നെസറലി ഫേറ്റലുമാണ് ആ ഇഞ്ചുറി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വെട്ടിയത് ആരാണ് എന്നുള്ളത് ഒന്ന് വേർതിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ നിർബന്ധമായിട്ടും കോടതിക്ക് ഇതിനകത്ത് ഒരു വധശിക്ഷ കൊടുക്കാവുന്നതാണ്. 1, 2, 3 പേർക്ക് കൊടുക്കാം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വധശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല. അത് കണ്ണുടച്ച് ചുമ്മാ കാണുന്നവർക്കെല്ലാം വഴിയോ പോയതിനും ഒക്കെ വധശിക്ഷ കൊടുക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. വധശിക്ഷ ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ള ഒരാൾ ഞാനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് ഓരോ കേസും എടുത്ത് പരിശോധിക്കണം. അതിനെല്ലാം സ്പെഷ്യൽ ഫാക്ട്സും ഉള്ളതാണ് അതിനകത്ത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഡയറക്റ്റ് എവിഡൻസ് കുറവാണ് ഈ കേസിനകത്ത്. നേരെ മറിച്ച് ഇതെല്ലാം സാഹചര്യ തെളിവാണ്, സർക്കംസ്റ്റാൻസ് ആണ്. ആ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ആളുകൾ വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വിവേചനം കാണിക്കാൻ ഒക്കുന്നില്ല. ഇപ്പൊ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരു 2 പേര് ഈ ശരത് ലാലിന്റെ ദേഹത്ത് വെട്ടിയേക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞത് ഈ 1-2 ഇഞ്ചുറി കോസ് ചെയ്തേക്കുന്നവർ ആരായിരുന്നു എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് അത് പറയാം, അവരെ ഒന്ന് വേർതിരിച്ചെടുക്കാം. അതേപോലെ തന്നെ കൃപേഷിന്റെ തലവെട്ടി കീറിയ ആളിന് ഇത് 4-ാം പ്രതി ആണെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനകത്ത് എവിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവര് 2 പേരും വെറുതെ മരിക്കത്തില്ലല്ലോ. ഇവരെ വെട്ടുകൊണ്ട് മരിച്ചതാണ്. അതായത് വേറെ അടിയുണ്ട്, കാലിലും ഒക്കെ വെട്ടുണ്ട് കേട്ടോ. വിരൽ വരെ വെട്ടിയിട്ടുണ്ട് കാലില്. അങ്ങനെയൊക്കെ നഖമൊക്കെ വെട്ടിപ്പറിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളുടെ ശരീരത്ത് ആകമാനം ഏതാണ്ട് 10-20 ഇഞ്ചുറിയാണ് ഉള്ളത് ഓരോന്നും. അപ്പൊ ഇത് നമുക്ക് കണ്ടാൽ ഈ കാലിലൊക്കെ ഒരുപാട് വെട്ടിയിട്ടുണ്ട്. അപ്പൊ ചിലർക്ക് ചോദിക്കും കാലെ വെട്ടിയാൽ മരിക്കുന്നു. കാലെ വെട്ടിയാൽ മരിക്കും. കാരണം ഈ പോപ്ലിറ്റിയൽ ആർട്ടറി എന്ന് പറയുന്ന ഒരു ആർട്ടറി ഉണ്ട്, മെയിൻ ആർട്ടറിയാണ്. അത് ഇപ്പൊ അങ്ങ് ഒരാളെ കാലയിൽ തുടയിലൊന്ന് വെട്ടി അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പമൊന്നും അല്ല. പിന്നെ അതിന് ക്യൂറൊന്നുമില്ല എളുപ്പം. അത് തയ്ച്ച് ചേർക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബ്ലഡ് പോയിട്ട് ഊസ് ചെയ്ത് പോയിട്ട് മരിക്കും. അപ്പൊ അങ്ങനെ സംഭവിക്കാം. പിന്നെ ഡെത്ത് ഡ്യൂ ടു ഷോക്ക് ഉണ്ടാവാം. അപ്പം നമ്മൾ ഒരാളെ ഇങ്ങോട്ട് കാണുന്നു, അയാളെ കാല് പിടിച്ചു വെച്ചാൽ അയാളെ കാണെ അങ്ങ് വെട്ടുകയാണ്. വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ഡ്യൂ ടു ഷോക്ക്, ആ ഷോക്ക് കൊണ്ട് മാത്രം മരണം ഉണ്ടാവും. കാരണം ഒരു മനുഷ്യന് സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്, അതില്ലാതെ പോകും. അപ്പൊ അങ്ങനെ സംഭവിക്കാവുന്നതുണ്ട്, അങ്ങനെയൊക്കെ സംഭവിക്കും. എന്നാലും അത് മർഡറാണ്. ഡെത്ത് ഡ്യൂ ടു ഷോക്ക് ആയാലും മതി, മർഡറാവും. ഇതിപ്പോ ഇതിനകത്ത് സംഭവിച്ചേക്കുന്നത് വളരെ ഫെയ്റ്റലായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ട്. പക്ഷേ അതിന്റെ പ്രശ്നം ഇത് അത്ര രീതിയിൽ അറേഞ്ച് ചെയ്ത് ആരുമില്ലാത്ത ഒരു സ്ഥലം നോക്കി കണ്ടുപിടിച്ച് എടുത്ത് ഇവര് സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഈ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ച് അത് മറച്ചിട്ട് അവരെ അവിടെ ഇട്ട് വെട്ടിക്കൊല്ലുകയാണ്. ഇതാ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റുന്നില്ല. ഈ 8 പ്രതികൾക്കും വധശിക്ഷ കൊടുക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ കോടതി വധശിക്ഷ കൊടുക്കാതിരുന്നു എന്നുള്ളതിൽ എനിക്കൊരു എതിരഭിപ്രായം എനിക്കിപ്പോൾ തോന്നുന്നില്ല. അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് അതുപോലെ ആ എവിഡൻസ് കൂടെ എടുത്ത് വായിക്കണം, എന്നാലേ പറയാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ജഡ്ജിമെന്റ് മാത്രം നോക്കിയതുകൊണ്ടായില്ല. ഇവരെ ഒന്ന് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് ഒരു ഡെത്ത് സെന്റൻസ് കൊടുക്കേണ്ട കേസാണ്, ഇന്ന പ്രതികൾക്ക് കൊടുക്കാമായിരുന്നു, അവരെ ഈ ശിക്ഷയിൽ വിവേചനം കാണിക്കാമായിരുന്നു എന്ന് നമുക്ക് പറയാം. ഇല്ലാത്ത പക്ഷം മൊത്തം ആളുകൾക്ക് സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ, സാഹചര്യ തെളിവുകളാണ് ഉള്ളത്. പിന്നെ കോൺസ്പിറസി, ഗൂഢാലോചന. ഈ ഗൂഢാലോചനയ്ക്കൊക്കെ തെളിവ് കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അവരെ എല്ലാം കൂടി ഇന്ന് സംസാരിക്കുന്നു, ഇതൊക്കെ കണ്ടു. പിന്നെ അതേപോലെ തന്നെ മെസ്സേജ് കൊടുക്കുന്നു, ഫോൺ സംഭാഷണം, ഇത് വരിക. ഫേസ്ബുക്കിനകത്ത് ഇതിൽ ഈ കൊന്നവന്മാർ എഴുതിയിട്ടുണ്ട് ഓരോന്ന് കേട്ടോ. അടുത്ത വിഷു എന്ന് കാണുന്നില്ലെന്ന് ഇനി. ഇതൊക്കെ
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ ആ സാഹചര്യങ്ങളാണ് അതിനകത്തുള്ളത് മുഴുവൻ. അപ്പൊ അതുകൊണ്ട് ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ ഒരു 2 പ്രതിയാന്നിരിക്കട്ടെ, ഈ 2 പ്രതികൾ ഉള്ളായിരുന്നു എങ്കിൽ നിർബന്ധമായിട്ടും ഇതിനകത്ത് വധശിക്ഷ കൊടുക്കാം അവർക്ക്. കാരണം വേറെ ആരുമില്ല, യവന്മാര് വെട്ടിയതാണ്, കാര്യം തീർന്നു. ഇത് മതി. ആ വെപ്പൺ റിക്കവറി വേണം, ഇതെല്ലാം വേണം, ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ഇതിനകത്ത് വേർതിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഈ 8 പ്രതികളുണ്ട്. അപ്പോൾ ആ 8 പ്രതികൾക്കും വധശിക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ടുള്ള കാര്യവുമല്ല, അത് ശരിയുമല്ല. കാരണം റെയറസ്റ്റ് എമംഗ് റെയർ എല്ലാവരുടെയും കാര്യത്തിൽ വരത്തില്ല കേട്ടോ. അത് നമ്മൾ ക്രൈം ആൻഡ് ക്രിമിനൽ എന്നുള്ള ആ രീതിയിൽ അതങ്ങോട്ട് മാറണം, അത് വിവേചിച്ചെടുക്കാൻ പറ്റണം. ഇതാണ് പറ്റുന്നില്ല, അതാണ് കാര്യം. അതുകൊണ്ട് വധശിക്ഷ കൊടുക്കാതിരുന്നതിൽ എനിക്ക് വലിയ എതിരഭിപ്രായം ജഡ്ജിമെന്റ് കണ്ടിട്ട് തോന്നുന്നില്ല.